ഹലോ, ഇന്ന് രാവിലെ ഞാൻ റൂമിലൊരു ചെറിയ പാക്കറ്റ് നട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല ഫ്രഷ് ബ്രെഡ് ബേക്ക് ചെയ്യുന്നതിൻ്റെ മണം. നമ്മൾ സുപ്രീമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു മണം ഉണ്ടാവുമല്ലോ ചില സമയത്ത്, ആ ഒരു മണം. അപ്പോൾ ഈ ഒരു കഫേയുടെ മണമായിരുന്നു അത് വന്നത്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ നല്ല ചോക്ലേറ്റ് അഡിക്ഷനാണ് എനിക്ക്. ചോക്ലേറ്റ് വാൾനട്ടിൻ്റെ മഫിൻ ഇരിക്കുന്നു. അങ്ങനെ ഞാനൊരു മഫിൻ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തിന്നാൻ ശ്രമിച്ചു. പകുതി ഞാൻ തിന്നു, ബാക്കി ഞാൻ പാക്ക് ചെയ്ത് മേടിച്ചു. പിന്നെ ഞാൻ നടന്നപ്പോൾ ഈ ഒരു കോറിഡോറുണ്ട്. ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീറ്റിലും ഇങ്ങനെ ബിൽഡിങ്സിൻ്റെ കോറിഡോർസ് ഉണ്ട്. അവിടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ഒരു വേറൊരു വൈബാണ്. ബിക്കോസ് അത്രയ്ക്ക് ഭയങ്കര ഒരു ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും മാക്സിമം അവരത് ഒരു ലുക്കാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാത് ബിൽഡിങ്സിൻ്റെ ആൾക്കാർ. ഇറ്റ്സ് നൈസ് ടു വാക്ക് ത്രൂ ദാറ്റ്. അതിനുശേഷം ഞാനൊരു കടയിൽ കയറി അവിടുത്തെ ലോക്കൽ ഫുഡ് നാസി കണ്ടർ വാങ്ങിച്ചു. ഇറ്റ്സ് ലൈക്ക് ബേസിക് ചിക്കൻ, എഗ് ആൻഡ് റൈസ്. അത് ഞാൻ റൂമിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ വൈകിട്ടാണ് ഇറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ മഴയൊക്കെ പെയ്ത് സെറ്റിലായതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു മാജിക്കൽ അറ്റ്മോസ്ഫിയർ. അധികം ചൂടില്ല, വെയിലില്ല, ഇറ്റ്സ് നൈസ്. അതിനുശേഷം ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ഫുഡ് കോർട്ടുണ്ട്, റെഡ് ഗാർഡൻ ഫുഡ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം ഈ സ്ഥലം ജോർജ് ടൗണിൽ ഇട്ട് നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചൊരു ഫുഡ് കോർട്ടാണിത്. ഇതിനെ തൊട്ടടുത്താണ് ഞാൻ ആദ്യം സ്റ്റേ ബുക്ക് ചെയ്തത്. അത് പിന്നെ ക്യാൻസലായിപ്പോയി. ബട്ട് ദെൻ ഞാനിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേയും ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. നാളെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒന്ന് വരാതിരിക്കുന്നത് മോശമല്ലേ? ഇവിടെ എന്താണെന്നൊന്ന് അറിയണമല്ലോ ഇത്ര ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ അവിടെ വന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബേസിക് ഫുഡ് കോർട്ട്. ബട്ട് ദെൻ ഏത് കുസീൻ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് അറബിക് ഫുഡ് വേണോ അതിവിടെ ഉണ്ട്, ഷവർമ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ ഇന്ത്യൻ ഫുഡ് വേണോ അതും ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു സ്റ്റോളുണ്ട്. പിന്നെ വെസ്റ്റേൺ ഫുഡ്, പിസ്സ അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ ബേസിക് ഇവിടുത്തെ മലേഷ്യൻ ഫുഡ്, പിന്നെ തായ്, വിയറ്റ്നാമീസ് എന്തൊക്കെ ക്യുസീൻസ് ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ലൈക്ക് പ്രിറ്റി ഗുഡ് ഫുഡ് കോർട്ടാണ് ആൻഡ് പ്രിറ്റി ബിഗ് ഫുഡ് കോർട്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക, മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊള്ളാം. ഞാൻ ആദ്യം ഒരു റൗണ്ട് നടന്നു, എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് നടന്നു. ഈ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പിലുള്ള ഫുഡും ഉണ്ട്. പിന്നെ ഈവൻ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊള്ളാം, ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും സം പ്ലേസസ് ഐ ഡോണ്ട് ഫീൽ ദറ്റ് എനർജി. ലൈക്ക് എനിക്കെന്തോ അവിടുത്തെ എനർജി അങ്ങോട്ട് മാച്ച് ആവില്ല ചില പ്ലേസസ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അതിന് പെർട്ടിക്കുലർ റീസൺ ഒന്നുമില്ല. ബട്ട് ദെൻ എനിക്കങ്ങോട്ട് മാച്ച് ആവില്ല. ഇവിടെ ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അത്രയും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ സത്തായി എന്ന് പറഞ്ഞു, അങ്ങനെയാണോ ഉച്ചരിക്കണമെന്ന് എനിക്കറിയത്തില്ല, അത് ഓർഡർ ചെയ്തു. ഇവിടുത്തെ ബാർബിക്യൂ അത് തന്നെ ഒരു കുഞ്ഞു പ്ലേറ്റ് ഓർഡർ ചെയ്തു. അങ്ങനെ ചിക്കൻ്റെ അത് ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. ഇറ്റ് വാസ് ഓക്കെ. ഇറ്റ് വാസ് ലൈക്ക് പ്രിറ്റി ഡീസൻറ്റ് ഫോർ എ ഫുഡ് കോർട്ട്. അതിന് ശേഷം അത് കഴിച്ചതിന് ശേഷം ഇവിടെ എല്ലായിടത്തും മൈലോ ഉണ്ടല്ലോ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു മൈലോ, ഇവിടുത്തെ ഡ്രിങ്ക് നമ്മുടെ ബൂസ്റ്റൊക്കെ പോലത്തെ. ഇതിവിടെ ഭയങ്കര ഹൈപ്പാണ്. അപ്പോൾ ഇവിടുത്തെ മൈലോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും കൂടി ഞാൻ ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് വെരി ഗുഡ്. ഇവിടുത്തെ എല്ലാ ഡ്രിങ്ക്സിനും മധുരം കുറവാണ്. ബട്ട് ദെൻ ഓക്കെ, അത് വാങ്ങിച്ചു കുടിച്ചിട്ട് പിന്നെ ഞാൻ നടന്നിട്ട് എന്താ പറയുക, എത്താനുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പോയ ക്ലബ്ബായിരുന്നു. ഇന്ന് കുറച്ചും കൂടി നേരത്തെ എനിക്ക് അവിടെ കുറച്ച് നേരം ചിലവഴിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഇത്. പെപ്പർ ചിക്കൻ ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്, ലൈക്ക് ഇറ്റ് വാസ് റിയലി ഡെലീഷ്യസ്. അവിടുത്തെ മ്യൂസിക്കും അവിടുത്തെ വൈബും ഒക്കെ പിടിച്ച് ഞാൻ കുറേ നേരം ഇരുന്നപ്പോൾ അവിടെ ഞാൻ 2 പെൺകുട്ടികളെ പരിചയപ്പെട്ടു. ഓക്കെ, ദേ വർ ഫ്രം US. ഒരാളുടെ പേര് ആലിയ, ഒരാളുടെ പേര് MJ. ദേ വർ ലൈക്ക് വെരി നൈസ് ഗേൾസ്, ഭയങ്കര ഫ്രണ്ട്ലി, എന്താ പറയുക, നല്ല എനർജിയുള്ള 2 പെൺകുട്ടികൾ. ഇറ്റ് വാസ് നൈസ്. ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. ദാറ്റ് വാസ് എ നൈസ് ടൈം അവരെ പരിചയപ്പെട്ടത്. പിന്നെ ഞാൻ അവിടുന്ന് 7-Eleven കുറച്ച് സ്നാക്സും വാങ്ങിച്ച് റൂമിലേക്ക് വന്നു. ദാറ്റ്സ് ഓൾ.